നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജൂവിൻ കെനഡി. ഞാൻ നിർവാണ നാച്ചുറൽ കെയർ ഹോസ്പിറ്റൽ പൂനെയിൽ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഇവിടെ സാധാരണ ജീവിതശൈലി രോഗങ്ങളൊക്കെ ആയിട്ട് ആണ് പേഷ്യൻസ് കൂടുതൽ വരാറ്. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഒബിസിറ്റി, അതുപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ജോയിൻറ്റ് പെയിൻസ്, സൊറിയാസിസ്, മൈഗ്രെയിൻ, ഇങ്ങനെയുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും ഇവിടെ ചികിത്സിക്കാറുണ്ട്. പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങൾ നോക്കുമ്പം നമ്മൾക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഡയബറ്റിസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും. രണ്ടാമത്തേത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും. ഇതാണ് പ്രധാനമായിട്ടും ഉള്ള രണ്ട് തരത്തിലുള്ള ഡയബറ്റിസ്. പിന്നെ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അത് പ്രഗ്നന്റ് വുമണിൽ കണ്ടുവരുന്നതാണ്. ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് അതിൽ തന്നെ അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് ഇൻസുലിനെ ആശ്രയിച്ച്. ഇപ്പം ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറയും. അത് പ്രധാനമായിട്ടും ചെറിയ പ്രായത്തിലെ കണ്ടുവരുന്നതാണ്. അപ്പോൾ ജുവനൈൽ ഡയബറ്റിസിന് അല്ല ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസിന് നമ്മൾ ഇൻസുലിൻ പുറമേ നിന്ന് എടുക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തേത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ്. അതാണ് സാധാരണ എല്ലാവരിലും കണ്ടുവരുന്നത്. നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിനെ ആശ്രയിച്ചല്ല, അതായത് ഇൻസുലിൻ പുറമേ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ശരീരത്ത് ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്, പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിക്കുന്നുണ്ട്. പക്ഷേ ശരീരത്തിലെ കോശങ്ങൾ, സെൽസ് അതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സെൽസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ പ്രധാന കാരണം അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അന്നജം കഴിക്കുന്നത് കൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനായിട്ടുള്ള പ്രധാന കാരണം. അതുപോലെ വ്യായാമമില്ലായ്മ, എക്സർസൈസ് ചെയ്യാതിരിക്കുക, കൂടുതലായിട്ട് അന്നജം കഴിക്കുക. ഇപ്പം നമ്മൾ മലയാളികളുടെ ഭക്ഷണം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3 നേരവും അരിയാഹാരമാണ് മലയാളി കഴിക്കുന്നത്. രാവിലെ ഇഡ്ഡലി, ദോശ, ഉച്ചയ്ക്ക് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, രാത്രിയിലും ചപ്പാത്തി അല്ലെ ചോറ്. ഇപ്പം അതിനിടയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് ഇടനേരങ്ങളിൽ കഴിക്കും. പിന്നെ അതിന് പുറമെ ചായ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും ഹൈ കാലറിയാണ് അകത്തോട്ട് പോകുന്നത്. ഹൈ കാലറി ഇൻടേക്ക് വരുമ്പോഴത്തേക്കും നമ്മളുടെ ഇൻസുലിന് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ, എക്സസ് ആയിട്ടുള്ള ഷുഗറിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ ബ്ലഡിൽ തന്നെ എക്സസ് ആയിട്ടുള്ള ഷുഗർ, ഗ്ലൂക്കോസ് കറങ്ങി നടക്കും, കോശങ്ങളിലേക്ക് എത്തിപ്പെടില്ല. ബ്ലഡിലുള്ള ഷുഗറിനെ, ഗ്ലൂക്കോസിനെ കോശത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം കാലറി ഇൻടേക്കും എനർജി എക്സ്പെൻഡിച്ചറും മാച്ച് ചെയ്യണം, ടാലി ആവണം. അപ്പം അങ്ങനെ അത് ടാലി ആവാതെ വരുമ്പോഴാണ് നമ്മൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് വരിക, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുക. അതിനെ നമ്മൾ ഡയബറ്റിസ് എന്ന് വിളിക്കുന്നു. ബ്ലഡിൽ അമിതമായിട്ട് ഗ്ലൂക്കോസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം അത് പുറന്തള്ളും. അത് യൂറിനിലൂടെ ആണ് ശരീരം പുറന്തള്ളുക. 180 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് റീനൽ ത്രിഷോൾഡ്, അതായത് 180 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ കൂടുതലായി കഴിഞ്ഞാൽ, ഗ്ലൂക്കോസ് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം മൂത്രത്തിലൂടെ, കിഡ്നിയിലൂടെ അത് എക്സസ് ആയിട്ടുള്ള ഷുഗർ പുറന്തള്ളും. നോർമലായിട്ടുള്ള ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ശരിക്കും ഒരു 80 to 110 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം അതൊരു 130 വരെ ആവാം, 130 കൂടാൻ പാടില്ല. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം, 2 hours പോസ്റ്റ് പ്രാൻഡിയൽ എന്ന് പറയും, 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം 130 കൂടാൻ പാടില്ല. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ചികിത്സിക്കുമ്പോൾ ഡയബറ്റിസ്
ട്രീറ്റ് ചെയ്യുമ്പോൾ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കും. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കും. പച്ചക്കറികളായിട്ടും പഴങ്ങളായിട്ടും. പഴങ്ങളിൽ തന്നെ എല്ലാ പഴങ്ങളും പറ്റില്ല. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് അഡ്വൈസ് ചെയ്യും. സാധാരണ ഷുഗർ ഡയബറ്റിക്കാരോട് പറയുന്നത് ഇടനേരങ്ങൾ ചെറിയ ചെറിയ മീൽസ് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ട് മീൽസ് തമ്മിൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ഫോർ എക്സാമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് തമ്മിൽ ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിലേ ഇൻസുലിന് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാനും ശരീരത്തിന് ഒരു സ്പേസ് കൊടുക്കണം. എങ്കിലേ ഹീലിംഗ് നടക്കുള്ളൂ. എങ്കിലേ ഷുഗർ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ആവുള്ളൂ. അപ്പം നമ്മൾ വളരെ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഹൈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കും. ലഞ്ച് കൊടുക്കുമ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ധാന്യങ്ങൾ, റാഗി, മുത്താറി, അതുപോലെ ജവാർ, ഓട്സ്, ഇങ്ങനെയുള്ള മില്ലറ്റ് റൊട്ടി ഇതൊക്കെ കൊടുക്കും. ഇതിലൊക്കെ അന്നജത്തിൻ്റെ അളവ് കുറവാണ്, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവാണ്. അപ്പം പോർഷൻ കൺട്രോൾ. പിന്നെ സൂപ്പ്, സാലഡ്, അതുപോലെ ബോയിൽഡ് വെജിറ്റബിൾ. സാലഡ് എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ പച്ചയ്ക്ക് കഴിക്കണമെന്നാണ്. പച്ചക്കറികൾ പച്ചയ്ക്ക് കഴിക്കുക എന്ന് പറയുമ്പം അതിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്, ഗ്ലൈസമിക് ലോഡ് കുറവാണ്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും ശരീരം, അതുപോലെ എൻസൈംസ് കിട്ടുന്നു, നാച്ചുറൽ ആയിട്ടുള്ള എൻസൈംസ് കിട്ടുന്നു. അപ്പം ഡൈജഷന് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാണ്. ഹൈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ആയതുകൊണ്ട് ഷുഗർ അമിതമായിട്ട് ബ്ലഡിലേക്ക് ചെല്ലില്ല. ഡിന്നർ എന്ന് പറയുന്നത് 6 മണി 6:30 നേരത്തെ, ബിഫോർ സൺസെറ്റ് ഡിന്നർ കഴിക്കണമെന്നാണ്. അതും വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് കൊടുക്കാറ്. അതുപോലെ ചില ജ്യൂസസ്, ഡീടോക്സ് ജ്യൂസസ്, മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡ്, പിന്നെ സപ്ലിമെൻറ്റേഷൻ, ഇതൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഡയബറ്റിക് രോഗികളിൽ. അതുപോലെ എക്സർസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി, വാക്കിംഗ്, അതുപോലെ കോർ എക്സസൈസ്, യോഗ, ബ്രീത്തിങ് എക്സസൈസ്. അപ്പോൾ ഓൾ ടുഗെദർ നമ്മൾ ഈ ഒരു അപ്രോച്ചിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ വളരെ കൺട്രോൾഡ് ആയിട്ട് കിട്ടുന്നതാണ്. ഡയബറ്റിസ് മെലിറ്റസ് വളരെ നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതിനൊരു കംപ്ലീറ്റ് റിക്കവറി പോസിബിൾ, അതായത് ഡയബറ്റിസ് മെലിറ്റസിൽ ഒരിക്കലും ക്യൂർ പോസിബിൾ അല്ല, പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ മാനേജബിൾ ഡിസീസ്.